മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനങ്ങൾ 46-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. തങ്ങളുടെ കഷ്ടതകളിലൂടെയും സഹനങ്ങളിലൂടെയും അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം ഇന്നത്തെ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ദൈവശക്തി നമ്മൾ ഓരോരുത്തരിലും നിറയാനായി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേച്ചി, എൻ്റെ പേര് ജയ ചെറിയാൻ. പാലാ രൂപത നീറന്താനം ഇടവകയിൽ നിന്ന് വരുന്നു. 27 വർഷമായി ജയ്പൂരിൽ മാളവി നഗറിൽ മക്കളോടൊന്നിച്ച് താമസിക്കുന്നു. എൻ്റെ പേര് ടെസി മനോജ്. ഞാൻ സെൻറ് മേരീസ് ചർച്ച് ഇരവുചിറ, ചങ്ങനാശ്ശേരി അതിരൂപത. ഞാൻ 41 വർഷമായി ജയ്പൂരിൽ 2 കുഞ്ഞുങ്ങളും ഭർത്താവുമായി ജീവിക്കുന്നു. ചേച്ചി, 41 വർഷമായിട്ട് ചേച്ചി ജയ്പൂരാണല്ലോ. ചേച്ചി ചെറുപ്പത്തിലെ വിശ്വാസം എങ്ങനെയായിരുന്നു? അതോ ഇപ്പോഴാണോ ഈ വിശ്വാസത്തിലേക്ക് വന്നത്? ഞാൻ ചെറുപ്പത്തിലെ വിശ്വാസം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടി. പിന്നീട് ഞാൻ സ്കൂളിൽ കോൺവെൻറ്റിൽ പഠിച്ചപ്പോൾ സിസ്റ്റേഴ്സിൽ നിന്നും എനിക്ക് അത് ലഭിക്കുവാനിടയായി. കൂടുതലായി സിസ്റ്റേഴ്സ് എനിക്ക് സുഹൃത ജപങ്ങൾ പറഞ്ഞു തരികയും സ്നേഹസേന എന്നൊരു പുസ്തകം ജയ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, അതിലൂടെ കുറേ കഥകൾ പറഞ്ഞു തന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളെ കൂടുതലായി ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയാനും ഞങ്ങളെ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. അതിലൂടെ പിന്നെ ഞങ്ങൾക്ക് എന്നും പള്ളിയിൽ പോകാനുള്ള ഒരു പ്രത്യേക പ്രചോദനം തന്നിരുന്നു. അതിലൂടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന, വ്യാഴാഴ്ച ദിവസം ആരാധന, ഇതെല്ലാം ഞങ്ങൾ പ്രത്യേകമായി ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തീപ്പെട്ടിക്കകത്ത് അരി കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒന്നിച്ചാക്കി പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ ചേച്ചി, ഞാനും ചേച്ചി പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വളർന്നത്. എൻ്റെ ഒരു ആൻറ്റി മദർ തെരേസ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലായിരുന്നു. ആൻറ്റി വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ എല്ലാം വിളിച്ചു കൂട്ടി ഇങ്ങനെ ഈശോയുടെ കഥ പറയുകയും അവരുടെ സേവനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാനും ചേച്ചി പറഞ്ഞ പോലെ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. സിസ്റ്റേഴ്സിൻ്റെ പ്രത്യേക പ്രാർത്ഥനയോടുള്ള താല്പര്യവും അതിനോടൊപ്പം വിശുദ്ധരുടെ കഥകളൊക്കെ പറഞ്ഞു തന്ന സിസ്റ്റേഴ്സ് നമ്മളെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന എനിക്കും ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നു. ഞാനും ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം എൻ്റെ മാതാപിതാക്കളുടെ കൂടെ മുടങ്ങാതെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അതെൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത ചൊല്ലുന്നുണ്ട് ഞാൻ ഇപ്പോഴും. ചേച്ചിക്ക് നഴ്സിംഗ് ഇഷ്ടമായിരുന്നു? ഇല്ല ജയ, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ളതല്ലായിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ നഴ്സിംഗിലേക്ക് വന്നത്. അവർ എനിക്ക് പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ എന്നെ അവർ രാജസ്ഥാനിലേക്ക് എൻ്റെ അയലത്തുള്ളവരുടെ കൂടെ പറഞ്ഞു വിട്ടു. അവരാണ് എനിക്ക് നഴ്സിംഗ് ട്രെയിനിങ്ങിന് മേടിച്ചു തന്നത്. ഞാൻ അങ്ങനെ നഴ്സിംഗ് ട്രെയിനിങ്ങിൽ വന്നു. ചേച്ചി പറഞ്ഞ പോലെ എനിക്കും നഴ്സിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എൻ്റെ 2 ആൻറ്റിമാരും നഴ്സുമാരായിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കും എന്നെ നഴ്സിങ്ങിന് വിടണമെന്നുള്ള താല്പര്യമായിരുന്നു. അങ്ങനെ ആൻറ്റി തന്നെ രാജസ്ഥാനിലേക്ക് എന്നെ കൊണ്ടുവരികയും ഫോം നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ നഴ്സിങ്ങിന് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അപ്പം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഈശോ പറഞ്ഞ വചനം എനിക്ക് ഓർമ്മ വരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രയെന്ന്. അതാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ എനിക്ക് പള്ളി അടുത്തുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഒരു സീനിയർ ചേച്ചി പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് വളരെ ഉത്സാഹത്തോടെ ഞങ്ങളെ എല്ലാ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. ചേച്ചിക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? ഇല്ല ജയ, എനിക്ക് പള്ളിയിൽ പോകാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ട്രെയിനിങ് ടൈമിൽ ഞങ്ങൾ കുറച്ച് പിള്ളേർ കൂടി ഇരുന്നുകൊണ്ട്
പ്രാർത്ഥിക്കുകയും വചനങ്ങൾ വായിക്കുകയും ബൈബിളിലും പാട്ട് പാടുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്കൊരു ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രമാണ് അവധി കിട്ടിയിരുന്നത്. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ 100 കിലോമീറ്റർ ദൂരം പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം വർഷത്തിൽ 2 പ്രാവശ്യമേ ചേച്ചിയൊക്കെ ഞങ്ങൾക്ക് പള്ളി പോകാൻ അതേവ ചെയ്തേ, ഞങ്ങൾക്ക് അതേ സാധിച്ചിരുന്നുള്ളൂ. നമുക്ക് രാജസ്ഥാനിൽ മിക്കവാറും പോസ്റ്റിംഗ് ഒക്കെ നമുക്ക് തരുന്നത് ഉൾനാടൻ ഡിസ്പെൻസറികളിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ചേച്ചിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? പോസ്റ്റിംഗ് എനിക്ക് ഒരു ഉൾഗ്രാമത്തിലേക്കായിരുന്നു കിട്ടിയത്. അത് 35 വർഷം മുമ്പെന്ന് പറയുമ്പോൾ അവിടെ വിദ്യാഭ്യാസമുള്ള മനുഷ്യരാരും തന്നെ ഇല്ല. പിന്നെ ലൈറ്റില്ല, വഴിയില്ല, വണ്ടികളില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡെലിവറി കേസ് വന്നു. അത് ആ സമയത്ത് അവിടെ ഡെലിവറി ഗ്രാമങ്ങളിൽ ചെയ്യുന്നത് ഒരു പ്രായമുള്ള ഒരു സ്ത്രീകളെ ആരെങ്കിലും ആയിരിക്കും, ഒരു ദായിമ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ ചേച്ചി അന്നേരം എങ്ങനെയാ അതിനെ തരണം ചെയ്തത്? ആ സമയത്ത് വണ്ടിയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ഒട്ടക വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വണ്ടിയിൽ ഞങ്ങൾ 3 പേര് ഇരുന്ന് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. ആ സമയത്ത് എനിക്ക് മാതാവിനെയും ഔസേപ്പിതാവിനെയും ഓർമ്മ വന്നു. മാതാവിനെയും കൊണ്ട്, ഗർഭിണിയായ മാതാവിനെയും കൊണ്ട് പേരെഴുതിക്കാൻ പോയ ആ സമയം എനിക്ക് ഓർമ്മ വന്നു. ഞാനപ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണേ കുഞ്ഞിനെ അമ്മേ നീ തന്നെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ടാണ് ഹോസ്പിറ്റലിലെത്തിയത്. ഹോസ്പിറ്റലിലെത്തി ഉടനടി ഞങ്ങൾ രാത്രിയായി ഡോക്ടറെ കണ്ടു. അപ്പൊ തന്നെ ചേച്ചിയൊക്കെ തിരിച്ചു പോന്നോ? ഇല്ല, ആ ഡെലിവറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളെ ഡിസ്ചാർജ് ആക്കി ആ ഓട്ടോ വണ്ടിയെ തന്നെ ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലെത്തി. ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്കും ആദ്യത്തെ പോസ്റ്റിംഗ് സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, പിള്ളേരുടെ ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് ഒരു 9 വയസ്സുള്ള മോനെ പാമ്പ് കടിയേറ്റ് അത്യാഹിത നിലയിൽ കൊണ്ടുവന്നു. രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതെ ഇരുന്നിട്ട് രാത്രി മുഴുവൻ ഞങ്ങൾ അവൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. പേഷ്യൻ്റ് ഏകദേശം ഒരു നോർമലായി രാവിലെ ആയപ്പോഴത്തേക്കും. എങ്കിലും അത്യാഹിത നില തരണം ചെയ്തെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എൻ്റെ സ്റ്റാഫിന് ഓവർ കൊടുത്തിട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നപ്പം ആ ബെഡിൽ അവനെ കണ്ടില്ല. പേഷ്യൻ്റ് അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പേടി തോന്നി. ഈശോയെ, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർത്തത് എനിക്കത് കാണാൻ പറ്റിയില്ലേ എന്താന്ന് ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ വിഷമിക്കേണ്ട, ആ പേഷ്യൻ്റ് ശരിക്കും നോർമൽ ആയതുകൊണ്ട് ഞങ്ങൾ അടുത്ത വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഓർക്കുമായിരുന്നു, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് ജെറമ്യാ പ്രവാചകനോട് 32-ാം അധ്യായം 27-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത് ശരിക്കും എനിക്ക് അവിടെ തോന്നുമായിരുന്നു. ആ സമയത്ത് അതുപോലെ ദൈവത്തിൻ്റെ ഒരു കൃപ കാണാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എനിക്കും ഒരു അനുഭവം ഉണ്ടായി ജയ. ഞാനും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു അടുത്തുള്ള പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ അത് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, എനിക്ക് അബോർഷൻ ചെയ്യണം, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു, ഒരു ബൈബിളിലെ ഒരു വചനം ഓർമ്മ വന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. എനിക്കത് മനസ്സിൽ ഓടിയെത്തിയത് ഉടനെ ഞാൻ അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ആ ദമ്പതികളെ വിളിച്ച് സംസാരിച്ചു. അവർക്കത് എന്തോ മനസ്സിലായി. അവർ 2 പേരും തിരികെ പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ അവർ കാണാൻ വന്നപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ വന്ന് അബോർഷൻ ചെയ്യിക്കാൻ വന്ന കുഞ്ഞാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷവും ദൈവത്തിന് ഒത്തിരി നന്ദിയും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജയ, ഞാൻ എന്നും ഷാലോം TV കാണുമായിരുന്നു. അപ്പോൾ നേഴ്സസ് ടൈം കാണാനിടയായി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഓടിയെത്തുമായിരുന്നു, എനിക്കും ഇങ്ങനൊരു നേഴ്സസ് ടൈം പോലെ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി. ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു പ്രോഗ്രാം കൂട്ടായ്മ ഇവിടെയുണ്ട്, അതിൽ എല്ലാ നേഴ്സുമാരും വന്നു ചേരണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ കൂട്ടായ്മയിൽ ഇൻ്റർനാഷണലിൽ നിന്നുള്ള ടീമാണ് വന്നുകൊണ്ടിരുന്നത്. അവരുടെ ടീമിൽ വന്ന ബ്രദേഴ്സ് ഇങ്ങനെ വചനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും നമുക്ക് നേഴ്സുമാരായിരിക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും എനിക്ക് മനസ്സിന് വിഷമം തോന്നി, നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് പിന്നെയും ഞാൻ എൻ്റെ ഈശോയോട് തന്നെ പറഞ്ഞു, സാരമില്ല, ഇപ്പോഴാണെങ്കിലും അറിഞ്ഞല്ലോ, ഇനിയും എനിക്ക് സമയമുണ്ടല്ലോ, ഇങ്ങനത്തെ നല്ല സത്കൃത്യങ്ങൾ ചെയ്യാനുള്ള എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തരുമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തിലിരുന്നു. ചേച്ചി, ഷാലോം TV ഞാൻ കാണാറുണ്ടായിരുന്നെങ്കിലും നേഴ്സസ് ടൈം ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനകത്ത് എൻ്റെ ഒരു പ്രത്യേക വിഷമ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന അതേപോലെ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി.
അപ്പോൾ എൻ്റെ മനസ്സിലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ഇതുപോലൊരു കൂട്ടായ്മ നമ്മുടെ ഇടവകയിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വിഷമങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്ന്. ആ ടീം അംഗങ്ങളുടെ ഇൻ്റർനാഷണൽ ടീമിൻ്റെ മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തു. വചനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ വചനം പഠിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹവും താല്പര്യവും തോന്നി. അങ്ങനെ ഞാൻ വചനം കേൾക്കുകയും വചനത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. ഈശോയോട് ഒത്തിരി സ്നേഹമാകാനും അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഒത്തിരി എൻ്റെ ഒരു കൃപയുണ്ടായി. ഞാൻ അതിനെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഏറ്റവും വലിയൊരു വചനം ഇതായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 16 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമെന്ന് പറഞ്ഞു, എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, എൻ്റെ കരത്തിൻ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. ചേച്ചിക്ക് നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം വ്യക്തിപരമായി ഈശോയുടെ ഒരു സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ജയ, എനിക്ക് ആ അനുഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. എൻ്റെ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര മാനസികമായ ഒരു സമ്മർദ്ദം ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഒരു ധ്യാനം കൂടണമെന്ന്. അപ്പോൾ ചേച്ചി നാട്ടിലാണോ ധ്യാനം കൂടിയത് അതോ ഇവിടെ തന്നെയോ? ഞാൻ ആ സമയത്ത് നാട്ടിൽ തന്നെ പോയി. 5 ദിവസത്തെ ധ്യാനമായിരുന്നു. ആ 5 ദിവസം ധ്യാനം കൂടി. ലാസ്റ്റ് ദിവസമായപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധ അനുഭവിക്കാനിടയായി. അതെന്നെ വലയം ചെയ്തിങ്ങനെ നിൽക്കുന്നു. ഞാൻ മാതാവിനോട് ഒന്നുകൂടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു വലിയൊരു വിമ്മിഷ്ടവും തിങ്ങലും ഉണ്ടായിരുന്നത് എടുത്തു മാറ്റിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ മനസ്സ് ഒത്തിരിയും ശാന്തമായി. ഞാൻ ദൈവത്തിന് നന്ദിയും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ചേച്ചിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം അനുഭവിക്കാൻ പറ്റും? തീർച്ചയായും ജയേ. ആവേ മരിയ. ചേച്ചി, എനിക്കും ചേച്ചി പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു സൗഖ്യം അനുഭവിക്കാൻ പറ്റി. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. എനിക്ക് ഉറക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു. സംസാരിക്കാൻ പറ്റാതെയും പാടാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചില്ലേ? ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, അധികം സംസാരിക്കരുത്, പാടുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നിനക്ക് അങ്ങേക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ, അങ്ങല്ലേ ഏറ്റവും വലിയ വൈദ്യൻ എന്നൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം ഇതാണ്. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 18 തിരുവചനം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ വളരെ ആശ്വാസം തോന്നി. ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഒരു ഫോർമേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കൂട്ടായ്മ കൂടുന്നതിനിടയ്ക്ക് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥനാ സമയത്ത് പറഞ്ഞു, ആരുടെയോ തൊണ്ടയുടെ അസ്വസ്ഥത ഈശോ എടുത്തു മാറ്റുന്നുണ്ട്, സൗഖ്യം കൊടുക്കുന്നതായിട്ട്. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് സന്തോഷത്തോടെ നന്ദി പറഞ്ഞു ഈശോയ്ക്ക് ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്തു. പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ ഉറക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് വളരെ ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കാൻ പറ്റി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ പുറത്തു വന്നിട്ടാണ് ഞാൻ പോലും അറിയുന്നത് ഞാൻ ഇത്രയും ഉറക്കെ പാടുവാനും പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചെന്ന്. ഞാൻ അത് എൻ്റെ കൂട്ടുകാരോടെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തു. ചേച്ചി ഇപ്പോൾ 1 വർഷം ആകാറായല്ലോ റിട്ടയർമെൻ്റ് ആയിട്ട്. അപ്പോൾ ചേച്ചി ഇപ്പോഴെങ്ങനെയാ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്? ജയ, ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ അച്ഛൻ പറയുന്നതനുസരിച്ച് ഈ വചനങ്ങൾ എഴുതാൻ മാതൃവേദിയുടെ ഒരു ടീമിനോട് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു, ഞാൻ ജയ്പൂരായിരുന്നു. ഞാൻ ഫെബ്രുവരി മാസത്തിലാണ് ഇത് അറിയുന്നത്. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞത് 2025 ഡിസംബർ ആകുമ്പോൾ 2025 വചനങ്ങൾ എഴുതി തീർക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞ ഉടനെ ഞാൻ ആ വചനങ്ങൾ എഴുതാൻ തീരുമാനിച്ചു. മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചെടുത്തു. ഞാൻ 3 മാസം കൊണ്ട് 2035 വചനങ്ങൾ എഴുതി ഞാൻ അച്ഛനെ അറിയിച്ചു. അതെനിക്കൊരു വലിയൊരു ദൈവത്തിൻ്റെ കൂടുതലായി അടുത്തുള്ള ഒരു സ്നേഹം അറിയാനും കരുണയും കാരുണ്യവും എനിക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അതോടനുബന്ധിച്ച് തന്നെ എനിക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ ഒരു സ്കൂളിൽ നേഴ്സായി ജോലി കിട്ടി. ആ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ
ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരുടെ ടീം കളിക്കാൻ വന്ന് ഫുട്ബോളിൻ്റെ 3 ദിവസത്തെ ടീം കളിയുടെ സമയമായിരുന്നു. ആ സമയത്ത് ലാസ്റ്റ് ദിവസം ഒരു കുഞ്ഞ് അബോധാവസ്ഥയിലാകുകയും പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു. ഞാൻ അവിടെ ഓടിയെത്തിയപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് ഒത്തിരി പേര് നിൽക്കുന്നു. കുഞ്ഞിന് യാതൊരു റെസ്പോൺസും ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പെട്ടെന്ന് അന്താളിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. നീ കുഞ്ഞിന് എളുപ്പം CPR കൊടുക്കാന്ന്. ഞാൻ ആ കുഞ്ഞിന് ഉടനടി CPR കൊടുത്തു. ആ കുഞ്ഞ് പ്രതികരിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദിയും കൃതജ്ഞത അർപ്പിച്ചു. ഞാൻ ആ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ എനിക്കിടയായി. ചേച്ചി അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ ICUയിലെ ഡ്യൂട്ടി അധികം നാൾ അവിടെ തുടരാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡ്യൂട്ടി അപ്പോയിൻമെൻറ്റ് ചെയ്തു. തിയേറ്ററിൽ ഞാൻ 17 വർഷത്തോളം ജോലി ചെയ്തു. ഈ ദിവസേന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള സിസ്റ്റർമ്മ ഞങ്ങൾക്കുണ്ടായിരുന്നു. സിസ്റ്റർമ്മ എല്ലാ ദിവസവും സങ്കീർത്തനങ്ങൾ അനുവാക്യങ്ങൾ പറയാനായിട്ട് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരുമായിരുന്നു. അത് ഞാൻ എൻ്റെ പേഴ്സിലിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഈ ഓപ്പറേഷൻ്റെ ലിസ്റ്റ് ഒട്ടിക്കുന്നതിൻ്റെ അവിടെ കോണിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അത് എല്ലാവരും മിക്കവാറും വായിച്ച് പല പ്രാവശ്യം ചോദിച്ചു, ഇത് ആരാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പേടികൊണ്ട് ആരും പറഞ്ഞില്ല. പക്ഷെ ഞാനത് അങ്ങ് ഏറ്റെടുത്ത് പറഞ്ഞു. ഈശോയുടെ വചനമായതുകൊണ്ട് ധൈര്യപൂർവ്വം എനിക്കന്ന് പറയാനത് പറ്റി. അങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ സമയത്ത് ഒരു വൃക്കയുടെ സംബന്ധമായ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആ കൊച്ചിൻ്റെ കത്തീഡറിനിടേണ്ട ആവശ്യം വന്നു. ഓപ്പറേഷൻ പകുതി വെച്ച് നിർത്തി വെച്ചിട്ടാണ് കത്തീഡർ ഇടാനായിട്ട് അവർ ശ്രമിച്ചത്. 4-5 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടും അത് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇടയ്ക്ക് വെച്ച് ഓപ്പറേഷൻ നിർത്തണോ എന്തോ എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എൻ്റെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നീ കൈവിടല്ലേ, ഇവിടെ ഒരു അവിടുത്തെ മഹത്വം കാണാൻ ഇടയാക്കണേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ഡോക്ടേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞു, സാർ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ശ്രമിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ എന്തായാലും പറഞ്ഞതല്ലേ, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞ് കത്തിയിട്ടിടുകയും അത് വളരെ അനായാസം ഇടാൻ സാധിച്ചു. അങ്ങനെ ആ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തു കൊച്ച് സുഖപ്പെട്ടു പോകാനും ഇടയായി. അതിലൂടെ അവർക്ക് വളരെ നമ്മുടെ പ്രാർത്ഥനയോടൊരു വിശ്വാസം വന്നു. പിന്നെ എപ്പോഴും ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവരെ ഇങ്ങനെ ഒരു പ്രത്യാശ, ഒരു പ്രാർത്ഥനയുടെ ഒരു ഇൻറ്റൻഷൻ കാണിക്കാൻ തുടങ്ങി. നമുക്ക് സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്നുള്ള വലിയ വലിയ ഓപ്പറേഷനുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പറയുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പുതിയ അപ്പോയിൻമെൻറ്റ് കിട്ടി ഇൻചാർജ് ആയിട്ടും ഞാൻ ഈ ഈശോയുടെ ഓരോ വചനം എടുത്താണ് ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും വളരെ ധൈര്യത്തോടെ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിച്ചു. ചേച്ചി, ഈശോയുടെ മഹത്വം ഇന്നും എനിക്ക് എൻ്റെ ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും അതുപോലെ കൂട്ടായ്മയിലും തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവിൻ്റെ അത്ഭുതകരങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. എന്നും അനന്തമായ സ്നേഹത്താലും അചഞ്ചലമായ വിശ്വസ്തതയാലും നമ്മെ പൊതിയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.